നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് വ്യാഴ മാറ്റത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. കാരണം വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വ്യാഴം ചാരവശാൽ മാറുന്നത്. ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് ഗ്രഹനിരയിൽ ഇടവം രാശിയിലാണ്. ഇനി അത് മിഥുനം രാശിയിലേക്കാണ് മാറുന്നത്. അപ്പോ വ്യാഴം മാറുമ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ മേയിൽ, അതായത് മാർച്ച് ലാസ്റ്റോടുകൂടി മാർച്ച് 28 കഴിഞ്ഞപ്പോൾ ശനി മാറിയതിന്റെ ഒരു ഗുണദോഷങ്ങൾ നമ്മെ പൊതുവായിട്ട് എല്ലാ നക്ഷത്രക്കാരെയും ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയമാണ്. അപ്പോൾ ഇതിൽ ശനി മാറ്റം കൊണ്ട് ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ട, അല്ലെങ്കിൽ പിന്നെ കണ്ടകശനിയോ ഏഴരശനിയോ ഒക്കെ ബാധിച്ച പലരെയും ഈ വ്യാഴമാറ്റം കുറെ ഗുണകരമായിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ വ്യാഴം മാറുന്നത് 2025 മെയ് 14 ഉദയാൽ 41 നാഴിക 14 വിനാഴിക ഉള്ളപ്പോഴാണ്. അപ്പോൾ വ്യാഴം മാറുക എന്ന് പറയുമ്പോൾ പൊതുവിൽ ഇപ്പോൾ നമ്മുടെ ഈ ജ്യോതിഷ ഫല പ്രവചനങ്ങൾ നോക്കിയാൽ അറിയാം, നമുക്ക് മിക്കവാറും ഓരോ ഗ്രഹത്തിന്, അതായത് ശനി മാറ്റമായിരുന്നാലും വ്യാഴമാറ്റമായിരുന്നാലും, ഇനി ഇപ്പോൾ ഒരു 2 മാസം കൂടി കഴിയുമ്പോൾ രാഹു കേതുക്കൾ മാറുന്നുണ്ട്. ഇവരെ എല്ലാം മാറ്റം വരുമ്പോൾ പലരും പറയുന്നു ചില കൂറുകാർക്ക്, ചില നക്ഷത്രക്കാർക്ക് ഭയങ്കരമായി രക്ഷപ്പെടും, ഭയങ്കര അത്ഭുതങ്ങൾ സംഭവിക്കും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്കൊരു വഴികാട്ടിയാണ് ജ്യോതിഷം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ വ്യാഴം മാറുന്നു, വളരെ അത്ഭുതകരമായ മാറ്റമൊന്നും പ്രതീക്ഷിക്കരുത്. നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഒരു ചേഞ്ച് വരും. അതുപോലെ തന്നെ ചില കൂറുകാരെ സംബന്ധിച്ച്, ചില നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുറച്ച് അനിഷ്ടങ്ങൾ വരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വരുമെന്നല്ല, എന്നാലും അവരുടെ ജാതകവശാൽ അല്ലെങ്കിൽ ഗ്രഹനില പ്രകാരം ചെറിയ ചെറിയ ദോഷങ്ങളും അല്ലെങ്കിൽ അനിഷ്ടങ്ങളും സംഭവിക്കാം. അവരുടെ ദശാകാല അപഹാരങ്ങളും അതുപോലെ അവരുടെ ഗ്രഹനിലയും വ്യാഴത്തിന്റെ നിലയും എല്ലാം നോക്കിയാണ് ചെറിയ ചെറിയ ദോഷങ്ങൾ സംഭവിക്കാം. അത് കഴിഞ്ഞാൽ ചാരവശാൽ വ്യാഴം മാറുന്നു. അതുപോലെ തന്നെ തൊട്ടു മുമ്പ് ശനി മാറി. ഇതൊന്നും ഒരു വലിയ പ്രശ്നമല്ല. പിന്നെ എന്താ പറയുന്നത്, ജീവിതത്തിൽ ഒരു വലിയ കടുത്ത ദോഷങ്ങൾ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. നിലവിലുള്ള അവസ്ഥകൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ തന്നെയാണ്. അപ്പോൾ വ്യാഴമാറ്റം പ്രധാനമായിട്ട് പറയാനുള്ളത് ഒരു കാര്യം, നമുക്ക് ഈ വ്യാഴം മാറുമ്പോൾ അതിൽ ഏതൊക്കെ കൂറുകാർക്കാണ് ഇത് കൂടുതൽ ഗുണകരമായിട്ടോ അല്ലെങ്കിൽ ദോഷകരമായിട്ടോ ബാധിക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഏതൊക്കെ കൂറുകാരാണെന്ന് നോക്കാം. ഇതിനകത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, മേടക്കൂറ് വ്യാഴമാറ്റം ഏറ്റവും കൂടുതൽ കുറച്ച് അനിഷ്ടം ഉണ്ടാവുന്ന ഒരേ ഒരു കൂറുകാര് മേടം കൂറുകാരാണ്. കാരണം വ്യാഴം 3-ൽ നിന്നും 12-ലേക്ക് പോവുകയാണ്. അപ്പോഴേക്ക് വ്യാഴത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റാതെ വരുന്നത്. അപ്പോൾ നമ്മൾ മേടക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം മാറുന്നത് 3-ൽ നിന്നും 12-ലേക്കാണ്. ഒപ്പം 7ര ശനിയും കൂടിയുണ്ട്. ഇവർക്ക് 7ര ശനിയെ പോലെ തന്നെ 12-ൽ സർപ്പനുമുള്ള സമയമാണ്. മാത്രമല്ല മേടക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ 6ാം ഭാവത്തിൽ കേതുവും കൂടെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഒരു വ്യാഴമാറ്റം കൊണ്ട് 2-ൽ നിന്ന് 3-ലേക്ക് മാറുന്നത് കൊണ്ട് മേടക്കൂറുകാരെ, അതായത് അശ്വതി ഭരണി കാർത്തിക കാല്, ഇവരെ കുറച്ച് കൂടുതൽ അനിഷ്ടമായി ബാധിക്കുന്നു. ബാക്കി എല്ലാവർക്കും, അതായത് 5ാം ഭാവം കുറച്ച് കൂടുതൽ അനിഷ്ടമായി ബാധിക്കുന്നു. ബാക്കി എല്ലാവർക്കും, അതായത് 5ാം ഭാവങ്ങളിലേക്ക് മാറുന്നവർക്കും 11-ലേക്ക് മാറുന്നവർക്കും വളരെ ഗുണം ചെയ്യുന്നത് പോലെ തന്നെ മറ്റുള്ളവർക്ക് ഗുണദോഷ സമ്മിശ്രമായി, അതായത് വ്യാഴൻ ഒരിക്കലും ഗുണം ചെയ്തില്ലെങ്കിൽ ദോഷം ചെയ്യില്ല എന്നർത്ഥം. ഒരു ബ്രാഹ്മണ ഗ്രഹമാണ് സർവേശ്വരകാരകൻ എന്ന് പറയുന്നത്. നമുക്ക് ദൈവാധീനം തരുന്നത് ഈ വ്യാഴഗ്രഹമാണ്. സന്താനങ്ങളെയും സന്താനങ്ങളുടെ അഭിവൃദ്ധിയും തരുന്നത് വ്യാഴഗ്രഹമാണ്. കരിയർ വൈസ് ആയിരുന്നാലും
ധനപരമായിട്ടായിരുന്നാലും നമുക്ക് എല്ലാ ഭാഗ്യങ്ങളും തരേണ്ടത് വ്യാഴമാണ്. അപ്പോൾ നമുക്ക് ഇനി ഫലഭാഗത്തിലേക്ക് കടക്കാം. മേടക്കൂറുകാർക്ക്, അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, മേടക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ ഈ വ്യാഴമാറ്റത്തിൽ ഏറ്റവും ദോഷം, പിന്നെ വിപരീതമായിട്ടാണ്, അല്ലെങ്കിൽ ഗുണകരമല്ലാതെ ബാധിക്കുന്ന ഒരു രാശി എന്നത് മേടക്കൂറുകാരായതുകൊണ്ട്, അതായത് അശ്വതി, ഭരണി, കാർത്തികയുടെ 1-ാം പാദം പുതിയ പദ്ധതികളൊന്നും നമ്മൾ പ്ലാൻ ചെയ്യരുത്. ജോലി മാറാൻ പ്ലാൻ ചെയ്യരുത്. നിലവിലുള്ള ജോലിയിൽ കണ്ടിന്യൂ ചെയ്തു പോകുവാൻ നോക്കണം. അതുപോലെ തന്നെ സഹപ്രവർത്തകരെ നമ്മൾ വേണ്ട പോലെ നിരീക്ഷിക്കണം. സഹപ്രവർത്തകരായിരുന്നാലും നമ്മളെ ഏറ്റവും അടുത്ത് ഇപ്പോൾ പൊതുപ്രവർത്തകരായിട്ടോ രാഷ്ട്രീയക്കാരോ കലാപ്രവർത്തകരോ ഒക്കെ ഒപ്പം നിൽക്കുന്നവർ വളരെ നിരീക്ഷിക്കണം. അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ചതിയോ വഞ്ചനയോ അബദ്ധമോ ഒക്കെ വരാൻ സാധ്യത ഉള്ള സമയമാണ്. ഒപ്പം നമ്മുടെ നിരന്തരമായിട്ടുള്ള ജപം, പ്രാർത്ഥന, ആരാധനാലയങ്ങളിലേക്കുള്ള സന്ദർശനം ഇവയൊന്നും മുടക്കരുത്. ഇതെല്ലാം നമ്മളെ ദോഷങ്ങളിൽ നിന്നും ഒരു പരിധിവരെ സംരക്ഷണം ചെയ്യാൻ ഗുണം ചെയ്യും. ഇനി മറ്റൊന്ന്, ഈ വ്യാഴമാറ്റം ചില ഗുണങ്ങളും ചെയ്യും. അന്യദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗുണം ചെയ്യും. അതുപോലെ തന്നെ വിദേശത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗുണകരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ വരാനുണ്ട്. അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് നമുക്ക് ധനസഹായം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഗുണകരമായിട്ട് വരും. ശത്രുക്കൾ നമ്മിൽ നിന്ന് അകർന്നു പോകും. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി കുറച്ചുനാൾ കഴിയുമ്പോൾ ചെറിയ ചെറിയ ധനഗുണങ്ങളും വന്നു ചേരും. കാരണം വ്യാഴം 3-ലേക്കാണ് മാറുന്നത്. 3-ാം സ്ഥാനം എന്ന് പറയുന്നത് സഹായ സ്ഥാനമാണ്. നമുക്ക് നേരിട്ടല്ല, നമ്മൾ മറന്നുകിടന്ന അല്ലെങ്കിൽ ഉപേക്ഷിച്ചിരുന്ന കിട്ടുമെന്ന് വിചാരിക്കാത്ത ധനം ചിലപ്പോൾ തേടി വരും. അതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ട് ചില സുഹൃത്തുക്കൾ വഴിയോ ബന്ധുക്കൾ വഴിയോ ഒക്കെ ചില സഹായങ്ങൾ നമുക്ക് വരാം. ദാമ്പത്യപരമായിട്ടും സമയം നല്ലതാണ്. ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും നല്ല ക്ഷമ പാലിക്കണം. അതുപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ പഠനത്തിൽ അലസത വരാതെ നോക്കണം. കുട്ടികളുടെ അവർ പോകുന്ന വഴികളും മാതാപിതാക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കുകയും വേണം. ഇവർ എവിടെ പോകുന്നു, എന്തു ചെയ്യുന്നു, പിന്നെ രോഗകാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം. കാരണം ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നാൽ പോലും ഉടനെ ട്രീറ്റ്മെന്റ് എടുക്കുക തന്നെ വേണം. അലസത പാടില്ല. ഇങ്ങനെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചു പോയാൽ ഈ വ്യാഴമാറ്റം മേടക്കൂറുകാരെ സംബന്ധിച്ച് വലിയ ഗുണമൊന്നും ചെയ്തില്ലെങ്കിലും ദോഷങ്ങൾ ചെയ്യില്ല എന്നുള്ളത് തീർച്ചയാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ വ്യാഴമാറ്റം ദൈവാധീനം വർദ്ധിപ്പിച്ച്, അതായത് വിഷ്ണുവിന്റെ അവതാരമൂർത്തി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, അതുപോലെ തന്നെ ഗുരുതുല്യനായ വൃദ്ധരായ ആൾക്കാർ എന്തെങ്കിലും സമ്മാനമായിട്ടോ അല്ലെങ്കിൽ വസ്ത്രമോ ഒക്കെ വാങ്ങിക്കൊടുത്ത് പ്രീതിപ്പിക്കുക. അതുപോലെ തന്നെ മുടങ്ങാതെ ഗണപതി പ്രീതി വരുത്തുക. ഗണപതി ക്ഷേത്രങ്ങളിൽ സന്ദർശിച്ച് നാളികേരം ഉടയ്ക്കുക. സർപ്പക്ഷേത്രത്തിൽ മാസത്തിൽ ഒരിക്കൽ ഒന്ന് തൊഴുത് ഒരു 100 പാലും ഒക്കെ നടത്തുമ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ച് വലിയ ദോഷമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ മേടക്കൂറിന്റെ പൊതുവിലുള്ള ഫലം അനുസരിച്ച് നമുക്ക് വലിയ ദോഷം വരാതിരിക്കാൻ ദൈവാധീനം വർദ്ധിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടേതായ കൂടുതൽ വിശേഷങ്ങൾ അറിയണമെന്ന് തോന്നിയാൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോയുടെ അവസാനം എൻ്റെ ഫോൺ നമ്പർ ഉണ്ടായിരിക്കും. അതിൽ വാട്സാപ്പ് ഉണ്ട്. നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുകയോ ചെയ്യാം. തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാൻ തയ്യാറായിരിക്കും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.